വെയിലടിക്കും, എനിക്കിഷ്ടമല്ല. വെയിലില്ലാത്ത സമയത്ത് ഈ റൂഫ് ഓപ്പൺ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ആലപ്പുഴ പോവാണ്. നോക്കി അടിപൊളിയല്ലേ. ഇത് സൂം ചെയ്യണത് ഞാൻ മറന്നുപോയി. ഇതെങ്ങനെ സൂം? ഇങ്ങനെയാണ്. ഫുള്ള് കിട്ടിയില്ല എങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആലപ്പുഴ പോവാണ്. ആലപ്പുഴ നമ്മൾ പോയിട്ടുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ ഫാമിലി ട്രിപ്പൊക്കെ പോയതാണ്, അല്ലാതെ നമ്മൾ പോയിട്ടില്ല. പിന്നെ നമ്മളിപ്പോഴാണല്ലേ പോകുന്നത്? യെസ്, നമ്മളിപ്പോഴാണ് പോകുന്നത്. അതിന് ശേഷം ഒട്ടും സൗണ്ട് ഇല്ല. ഇത് ഞാൻ അമലയുടെ വ്ളോഗിൽ പറയുന്നതാണ്. പക്ഷെ ഞാൻ അത്യാവശ്യം അത്യാവശ്യം ആക്റ്റീവ് എന്നല്ല, സൗണ്ട് ഉണ്ടാക്കി തന്നെ സംസാരിക്കുന്നത്. എനിക്ക് അമലയുടെ വ്ളോഗ് അങ്ങനെയല്ല, സൗണ്ടേ കാണില്ല. ഇല്ല, അത് സംഭവം എന്താ വെച്ചാലേ, ഞാൻ ഒരുപാടായി വ്ളോഗ് എടുത്തിട്ട്. അപ്പൊ ആ ഒരു ഇതെനിക്കുണ്ട്, മനസ്സിലായ? ആ ഒരു മിസ്റ്റിങ് എടുത്ത ഞാൻ ചെറുത് എനിക്ക് തരാം. ഈ ഒരു മിസ്റ്റ് ഇല്ലേ, ഈ ഒരു മിസ്റ്റ് അടിച്ചാൽ ഭയങ്കര ഗ്ലോ ഓഫീസ് കാണിച്ചാൽ പറയാൻ മറന്നു. എന്റെ മുടി വളർന്നു, മുടി വളർന്നു. അതിന്റെ ഇളക്കത്തിലാണ്. അത് കുറച്ച് ഇളക്കം അതിലെല്ലാത്തിലാണ് ഞാൻ. കാരണം പറഞ്ഞില്ല, ഇത് ഉണങ്ങട്ടെ. ഇത് ഫുള്ള് ഇത് ഉണങ്ങിട്ടെടുക്കാം. ഫെബ്രുവരി ഫുള്ളായിട്ട് ഒരു മഞ്ഞിന്റെ സമയമാണ്. മധുരയിലൊക്കെ നല്ല തണുപ്പായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ എന്താ, പിന്നെ ഇങ്ങോട്ട് പോകുമ്പോഴ് നെല്ലിക്ക മാങ്ങ എല്ലാം ഉപ്പിലിട്ടത് കാണും. അതെല്ലാം എനിക്ക് കഴിക്കണം കേട്ടല്ലോ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നതൊക്കെ കഴിക്കണം, പക്ഷെ ഞാൻ വാങ്ങാറില്ല, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് അതൊക്കെ കഴിക്കണം. പിന്നെ എന്തായിരുന്നു, പിന്നെ ഒന്നുമില്ല. ഞാൻ ഇതുവഴി പോകുമ്പോ എല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പറയാൻ മറന്നുപോയി, പാട്ട് വെക്കില്ലേ? ഇന്നലെ ഞാൻ എൻ്റെ ഇയറിംഗ് ചെയിൻ മാറ്റിയായിരുന്നു. സോ എൻ്റെ പുതിയ ഇയറിംഗ് ഇതാണ്. കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല അല്ലേ? കുഴപ്പമില്ല. എൻ്റെ ചെയിൻ ഇതിൽ കാണാൻ പറ്റുമോ? ഇല്ലല്ലേ, കാണാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, ഞാൻ പുറത്തിറങ്ങുമ്പോൾ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റ് ചെയിൻ ഞാനത് മാറ്റി തായ്ലാൻഡ് പോയപ്പോൾ വേറൊരെണ്ണം വാങ്ങിയായിരുന്നു. അത് ഫുൾ ടൈം വെയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് തിരിച്ചു വന്നു. വെളുപ്പിന് എഴുന്നേറ്റിട്ടുണ്ട്. ഞങ്ങളൊക്കെ എഴുന്നേക്കുന്ന മുമ്പേ 4 മണിക്ക് 5 മണിക്ക് എഴുന്നേറ്റ്. എന്തിനാണ്? അത് ശരിയാണ്, 4 മണിക്ക് അമല എഴുന്നേറ്റ്. എന്നിട്ട് ഓറിയനെ പുറത്താക്കി അല്ലേ? സത്യം, അമലയാണ് ഇന്ന് നമ്മുടെ വീട്ടില് നേരത്തെ എഴുന്നേറ്റാണ്. അങ്ങനെ നമ്മള് വഴിക്ക് വെച്ച് ഒരു ഊണ് വാങ്ങി. അയ്യോ, ഇത് കൊള്ളാടി. ഇങ്ങനെയൊക്കെ ഒരു സാധനം എടുത്തിട്ടില്ല. നോർമലി നമ്മള് പ്ലേറ്റ് ഒക്കെ എടുത്ത് വരുന്നതാണ് നമ്മുടെ ട്രിപ്പിലൊക്കെ. ബട്ട് നമ്മൾ ഇതില് എടുത്തില്ല, കാരണം ഇത് നമ്മളുടെ വൺ ഡേ ട്രിപ്പാണ്. നമ്മുടെ വൺ ഡേ ട്രിപ്പാണ്. നമ്മൾ ഇന്ന് പോയിട്ട് നാളെ വരും. നമ്മുടെ കല്യാണം തരമാണ്. തൊപ്പി കോഫി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴാണേലും അമലയെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോഫി ഒക്കെ എടുത്ത് ഭയങ്കര സൗണ്ട്. മരിച്ചിനെയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. മരിച്ചിന് ഉണ്ടെന്ന് പറഞ്ഞില്ല. എന്തൊക്കെ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അയാൾ പറയല്ലേ, സ്പെഷ്യല് തോരൻ, അവിയല്. നല്ലതാണെന്ന് തോന്നുന്നു, നല്ല മണം വരുന്നുണ്ട്. ഇത് മറിഞ്ഞു വീഴോ? അത് വീഴും. ഒരു തട വെക്കാണ്. ഇതിനെങ്ങനെ പിടിച്ചോളണം, ക്യാച്ച് ചെയ്തോളണം. മീൻകറിയാണോ? കാറിലിരുന്ന് എങ്ങനെ ചോറ് കഴിക്കാന്നാണ് നിങ്ങൾ കാണുന്നത്. അതല്ല, കാറിലിരുന്ന് നമ്മൾ എങ്ങനെ ചോറ് കഴിക്കുന്നത്. ഷോർട്ട് വീഡിയോസ് കാണുമല്ലോ ആൾക്കാർ. എല്ലാവർക്കും ഇഷ്ടമുള്ള വീഡിയോ. അതിനുശേഷം സാമ്പാർ ഒഴിക്കട്ടെ, അതേ മീൻകറി ഒഴിക്കട്ടെ. മീൻകറി ആദ്യം ഒഴിക്കാം. നല്ല തോരനുണ്ട്. പയർത്തോരൻ എനിക്ക് ഇഷ്ടമാണ്. പയർത്തോരൻ
നമ്മുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഒരുപാട് കറങ്ങി, കാരണം റോഡ് പണി നടക്കുന്നുണ്ട് ഒരുപാട്. ഓക്കെ, അമലെ കാണിക്കാൻ പറയുന്നുണ്ട്. എന്തായാലും വരും. ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ട്, നമുക്കത് കഴിക്കാം. എൻ്റെ ഹെയർ സ്റ്റൈൽ കൊള്ളാം അല്ലേ? എനിക്കിതിൽ നല്ല ഇഷ്ടമായി. ഗ്രേപ്പ് ജ്യൂസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഗ്രേപ്പ് ജ്യൂസ് കഴിക്കാം. കൊള്ളാം, കുഴപ്പമില്ല. ഗായ്സ്, നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ആൻഡ് റൂമിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടി വി ഓണാണ്. സോ അത് ഞാൻ ഓഫ് ചെയ്യും. ടി വി എനിക്ക് കാണാൻ ഇഷ്ടമല്ല. സോ ഞങ്ങൾ 2 റൂമായിരുന്നു. അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ റൂം അവിടെ കാണിക്കാൻ പോയേക്കാണ്. നല്ല വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം അല്ലേ? ഹായ് പറ. ഹലോ ഗായ്സ്. അത് പറയല്ലേ. ഇവിടെ നല്ല മിറർ, പുളി. അങ്ങനെ പുളിയല്ലേ? കുറച്ച് നീങ്ങി നിൽക്കുമോ പ്ലീസ്? ഓക്കെ, ചിരിക്ക്. കൊള്ളാമല്ലേ? എനിക്ക് ഈ ഒരു മിറർ ഇഷ്ടപ്പെട്ടു. എന്തായാലും നാളെയാണ് കല്യാണം. അപ്പോൾ നാളെ ഞാൻ എന്തായാലും സാരി ഉടുക്കുന്നത്. സാരിക്ക് ഞാൻ സെറ്റ് ചെയ്ത്. സാരിയാണ് എപ്പോഴും ഉടുക്കുന്നതല്ലേ? എൻ്റെ കല്യാണമല്ലല്ലോ. ഞാൻ നാളെ കല്യാണത്തിന് ഉടുക്കുന്ന എൻ്റെ കാര്യം ഞാൻ പറഞ്ഞ. പ്രേതം തനിയെ വന്ന് അടഞ്ഞു. പ്രേതം ഉണ്ടോ ഇല്ലായിരിക്കും. നമുക്ക് അവരുടെ റൂമിൽ പോവാം. വാ, ഇത് ക്ലോസ് ചെയ്തിട്ട് പോകും. എനിക്ക് ആ കാർഡ് വന്നറിഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. കുഴപ്പമില്ല, അത്യാവശ്യം പൊളിയായിട്ടുണ്ട്. ഓപ്പൺ ചെയ്യും. ടോയ്ലറ്റ് എവിടെ വന്നിട്ട് വാ, ഈ ഒരു മിറർ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള മിറർ പോലെയല്ലേ? ഓ സൂപ്പർ, പൊളി. ഈ മിറർ എനിക്കിഷ്ടമായി. ഓക്കെ, നമുക്ക് അവളുടെ റൂമിൽ പോകാം. ഓക്കെ, അടച്ചോ. ഹായ് ഗൈസ്, റൂം എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? ഇവിടെ ഉണ്ട്. യെസ് യെസ്, എൻ്റെ കയ്യിലുണ്ടോ? ഗുഡ് മോർണിംഗ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് ഇന്നലെ വന്നിട്ട് ഒരുപാട് സ്ഥലത്തോട്ട് നമ്മളിന്ന് രാവിലെ എടുത്തിട്ട്, കാരണം നമുക്ക് നേരത്തെ പോണം. കല്യാണം 9:45 കിടക്കാണ്. പക്ഷെ അത് നമ്മൾ നേരത്തെ ഇരുന്നിട്ടു. പിന്നെ ഇന്നാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാം നമ്മൾ പാക്ക് ചെയ്തെടുക്കണം. മനസ്സിലായില്ലേ? നമ്മൾ 2 റൂമും ബുക്ക് ചെയ്തേ. ബട്ട് നമ്മൾ നമ്മുടെ റൂം കൂടി ബുക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും ഒരു റൂമിലാണ് കിടന്നത്. അത് ഏത് സ്ഥലത്ത് പോയാലും അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ അതെ, ഒരുമിച്ച് കിടക്കുന്ന ആ വൈബ് പുറത്ത് പോകുമ്പോൾ. അങ്ങനെ ഉറങ്ങിക്ക് ഇപ്പോൾ വന്നതേ ഉള്ളൂ. നമ്മൾ ഇനിയാണ് റെഡിയാകുക. ഇതിലിപ്പോൾ ഏത് ഉപയോഗിക്കണമെന്ന് ആലോചിക്കുക. എന്ത് പറ്റി? എല്ലാം കൂടെ മിക്സ് ആയിപ്പോയി. ഓരോ പ്രാവശ്യം വാങ്ങിച്ചതേ എല്ലാം ഓരോന്നിട്ട് മിക്സായി. പക്ഷെ ഞാൻ കറക്റ്റ് ചെയ്യും. വലുത് എൻ്റെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്, എൻ്റെ സാരി ഒരു വയലറ്റ് കളറാണ്. പക്ഷെ ഈ ഒരു ബ്ലൂ കളറിലുള്ള വള ചേർത്ത് വയ്ക്കുമ്പോൾ അത് ബ്ലൂ ആയിട്ട് മാറുന്നു. സോ ഞാൻ വിചാരിച്ചു ഇത് ഉപയോഗിക്കാം. 8:30 ഇറങ്ങുമായിരിക്കും.
8 8:30 ആ സമയത്ത് ഇറങ്ങും. അമ്മല്ല ഒരു നെക്ക് പീസ് എന്ന് തന്നെ പറയാല്ലേ, നെക്ലെസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു സാധാരണ അമലിന്റെ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഒരു നെക്ലെസ് വാങ്ങുകയാണ്. അത് ശരിയാ, അമലയുടെ ലൈഫിൽ ഞാൻ സിമ്പിൾ മാല കമ്മലൊക്കെ വാങ്ങിച്ചു. ബട്ട് ഇത് ഒരു സ്പെഷ്യൽ സാധനം തന്നെയാണ്. ഫസ്റ്റ് ടൈം വാങ്ങുന്ന ഓരോ സാധനങ്ങളും അതിന്റെ അത്ര സ്പെഷ്യലാണ് ഓരോരുത്തർക്കും. ഞങ്ങൾ ആക്ച്വലി റെഡി ആവുന്നതൊന്നും എടുക്കാൻ പറ്റില്ല, ബട്ട് ഗെറ്റ് റെഡി ഒക്കെ ഞാൻ ഏകദേശം എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഗൈസ് ഐ എം റെഡി. ഹായ്. അച്ഛൻ ഇവിടെ വന്നിട്ട് ചുമ വന്നു. ചുമച്ച് എന്താണ് സംഭവം എന്ന് അറിഞ്ഞൂടാ. ഇവിടുത്തെ വെള്ളം കുളിച്ച് അതാണോ എന്നുള്ള അറിഞ്ഞൂടാ. ഭയങ്കരമായിട്ട് ചുമ. ഇന്നലെ ആണെങ്കിൽ അമലൊക്കെയാണെങ്കിൽ ചുമ ഓക്കെ. ഞങ്ങൾ റെഡി ആയപ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. കാരണം ടൈമില്ല, ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമുക്ക് ടൈമില്ല. എടുക്കണോ? ചാവി എടുക്കണ്ടേ? എടുത്തു. അമൽ എന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട്. സൂപ്പർ. കണ്ടില്ലേ എന്നെ അതിൽ കാണാം. എല്ലാരും ഇതിലോട്ട് നോക്കണേ. ജി അല്ലേ? പിടിച്ചാ ഓക്കെ. കാണിച്ചു എല്ലാവരും. സോ നമ്മള് കല്യാണത്തിന് പോകാൻ എല്ലാരും റെഡിയായി. സോ പ്രിട്ടി എല്ലാരും. നമ്മളുടെ ഡയമണ്ട് കാണുന്നു. ഡയമണ്ട് സെറ്റ് ചെയ്യാൻ കിസ് ചെയ്യാം. എന്താ കഴിക്കുന്ന? വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലേറ്റാണ്. കുറച്ച് പേരും, പക്ഷെ നമ്മളിത് ലേറ്റ് ആണെന്ന് എനിക്ക് അറിയില്ല. കാരണം 9:45 നമ്മൾ കറക്റ്റാ പറ്റില്ല. ബോട്ട് തന്നെ കാണിക്കാം. ഒരു ഹായ് പറയാമോ? ഇത് ഈ ചേച്ചി ഉണ്ടാക്കിയ കേക്ക് തിരിക്കാമോ? ഇത് ഈ ചേച്ചി ഉണ്ടാക്കിയൊരു കേക്കാണ്. ഇതാണ് ആ കേക്ക്. വളരെ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ട്രാവൽ ചെയ്യുന്നത്. എന്ത് ഭംഗിയല്ലേ? ഗായ്സ് ഞാൻ തളർന്ന് പണ്ടാരടഞ്ഞു. പുതിയ മാല കാണിക്കുക. ഗായ്സ് എൻ്റെ മാല കണ്ടില്ല. ഓ ഗോഡ്, തിരിഞ്ഞു പോയി. എൻ്റെ മാല കണ്ടില്ലേ?
നല്ല രസമുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താ, സോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇതിലൊരു പിങ്ക് സ്റ്റോൺ ആണുള്ളത്, പിങ്ക് സ്റ്റോൺ. അപ്പോൾ നിങ്ങൾ ഒരു പിങ്ക് കളറിലെ ഹാർട്ട് ഇടും. അമലയുടെ മാല ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളല്ലേ കയ്യിൽ ഇത് ഡ്രസ്സിന് കളർ ഇളകുന്ന പറഞ്ഞില്ല, അത് പറയും. എൻ്റെ ഡ്രസ്സിൽ നിന്നാണേലും ഇത് കണ്ടില്ല, റെഡ് കളർ. എൻ്റെ ഡ്രസ്സിൽ നിന്ന് കളർ ഇളകുന്നത്. സോ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. സമല എനിക്ക് വാരിത്തരും ഇല്ലേ, ഞാൻ വാരി കൊടുക്കുന്നതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഞാനിടയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ, അറിയാൻ വയ്യ. ഞാൻ അതാണ് ഉറച്ച് സംസാരിക്കുന്നത്. ഞങ്ങൾ കല്യാണം കണ്ടു, അല്ല കല്യാണം കാണാൻ പറ്റിയില്ല, നമ്മൾ ലേറ്റാണ് വന്നത്. നമ്മൾ വന്നല്ല, ബോട്ട് ഒരു കുറച്ച് പേർക്ക് വെയിറ്റ് ചെയ്തു വരാനായിട്ട്. സോ അതുകൊണ്ട് പറ്റിയ ഇങ്ങനെ ആവുമല്ലോ തല. അത് എൻ്റെ ഫേസ് ആണ് വെച്ചേക്കുന്നത്, അപ്പം അങ്ങനെ ആക്കണോ? ഹലോ ഗൈസ്, കണ്ടില്ല ഇവിടെ ഇത്ര ആളുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ അത് മനസ്സിലാവും. ഇവിടെ അല്ല നോക്കാൻ, ഇവിടെ ഞാനതിൽ എൻ്റെ മാല നോക്കുന്നതാണ്. നമ്മളിപ്പോൾ സാധനം ഒബ്സർവ് ആവുന്നത്. ഞാനായിരുന്നാലും സ്ക്രീന് കാണുന്നതുകൊണ്ട് ഞാനും പെട്ടെന്ന് സ്ക്രീനിലേ നോക്കുള്ളൂ, ക്യാമറയിൽ നോക്കാം. ഞാൻ ചേച്ചീനെ ചേർന്ന് എടുത്തായിരുന്നു, സൂം ചെയ്തു. ഗൈസ്, ഇത് അർച്ചന ചേച്ചീൻ്റെ നീസാണെന്ന്. നീസ് മാത്രമല്ല, അവിടെ കൈ കാണിക്കുന്നുണ്ട്. അവരുടെ ഫ്രണ്ട്സിനൊക്കെയാ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഗൈസ്, ഒരു യെല്ലോ കളർ കറി ഞാൻ കഴിച്ചു. അത് അച്ചാറ് നമ്മൾ ഊണ് ഉണ്ടാക്കുമ്പോൾ അതിലൊരു സ്വീറ്റ് ആയിട്ടൊരു കറിയുണ്ട്. ഞാൻ വിചാരിച്ചായിട്ട് ഒരുപാടായിട്ട് അച്ചാറുണ്ട് കേട്ടോ. ഇവിടെ ഇട്ട് ഒരുപാടായിട്ട് അച്ചാർ. ചോറ് വന്നിട്ടുണ്ട്, ചോറ് വന്നിട്ടുണ്ട്. മതി കഴിച്ചു.